ഗൈസ് ശ്രദ്ധിക്കുക, പറയാൻ പോകുന്ന വിഷയം സീരിയസ് ആണ്. ഇനിയും ഇത്തരം വിഷയങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുന്നതല്ല. ഇവിടത്തെ ഈ നാട്ടിലെ മതേതരയോളി മലരുകൾ ഉറക്കത്തിലാണ്. ഇത്തരം വിഷയങ്ങൾ അവർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. സ്വന്തം കുടുംബത്തിന്റെ തലമുറയുടെ അടിവേരറുത്തുകൊണ്ട് നിങ്ങൾ ഈ കൊണ്ടാടുന്ന മതേതര മൗനത്തിന് യാതൊരു അർത്ഥവുമില്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. പറഞ്ഞു വരുന്ന വിഷയം നാർക്കോട്ടിക് ജിഹാദാണ്. ഈ കേരളത്തിൽ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന നാർക്കോട്ടിക് ജിഹാദ്. ഇവിടെ വർഗീയത പറയാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അത് ആഗ്രഹിച്ചുകൊണ്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ കൺമുമ്പിൽ കാണുന്നത് കണ്ടില്ലെന്ന് നടിക്കാനും കഴിയുകയില്ല. ഒരു വിഷയം നിസ്സംശയം നിർഭയം വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കേരളത്തിൽ ഈ കാലയളവിൽ, ഈ തൂഫാൻ കാലയളവിലും അതിനു മുമ്പും പിടിക്കപ്പെട്ട ലഹരിക്കടത്തുകാരുടെ എണ്ണത്തിൽ മുസ്ലിം നാമധാരികളുടെ എണ്ണവും അതിപ്രസരവും വല്ലാണ്ട് വർദ്ധിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ കാലയളവിൽ ഒരു 5-6 മാസത്തിനുള്ളിൽ ആ വയനാട് അതിർത്തിയിൽ മാത്രം പിടിക്കപ്പെട്ട കടത്തുകാരുടെ എണ്ണം ഏറെക്കുറെ 600-700ഓളം പേരാണ്. അതിൽ 95% പേരും മുസ്ലിം നാമധാരികളാണ്. ഈ പിടിക്കപ്പെട്ട ലഹരിയിൽ ഭൂരിഭാഗവും ഏറെക്കുറെ 90% MDMA പോലുള്ള മാരകമായ കെമിക്കലുകളാണ് അതിർത്തി കടന്ന് കയറി വരുന്നത്. കഞ്ചാവ് പോലും സൈഡായിരിക്കുന്നു. ലഹരിയുടെ കാര്യത്തിൽ കേരളം കയ്യിൽ നിന്ന് പോയിരിക്കുന്നു. ഇനിയൊരു വീണ്ടെടുപ്പ്, ലഹരിയിൽ നിന്നുള്ള ഒരു വീണ്ടെടുപ്പ് വളരെ ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ് കേരളത്തിന്. കേരളം ലഹരിയുടെ കാര്യത്തിൽ നമ്പർ 1 ആയത് കേരളം മാത്രമേ ഇനി അറിയാൻ ബാക്കിയുള്ളൂ. നാഷണൽ ലെവലിൽ വളരെയധികം ചർച്ചയാകുന്നുണ്ട് ഈ വിഷയം. ഇനി പറയാനുള്ള വിഷയം ഇവിടത്തെ ഈ കേരളത്തിലെ ക്രിസ്ത്യാനിയോടും ഹിന്ദുവിനോടും കൂടിയാണ്. നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളെ കൃത്യമായി മോണിറ്റർ ചെയ്യുക, ശ്രദ്ധിക്കുക. നിങ്ങൾക്കായി ഞാൻ ഈ 2 വർഷത്തെ കാലയളവ് കൊണ്ട് പിടിക്കപ്പെട്ട ലഹരിക്കടത്ത് കപ്പിൾസിൻ്റെയും പെയർസിൻ്റെയും കുറച്ച് പേരുകൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യാസർ അപർണ കണ്ണൂർ, നൗഫൽ അപർണ കൊച്ചി, അമീർ സൂസിമോൾ കൊച്ചി, മുഹമ്മദ് ശ്രുതി കൊച്ചി, ഷാരുഖ് സോനാപ്പോൾ പാലക്കാട്, ഉനൈസ് കല്യാണി കൊച്ചി, ആരിഫ് അപർണ കണ്ണൂർ, സൈനുദ്ദീൻ സിമി ബാലകൃഷ്ണൻ കരിപ്പൂർ, അബൂബക്കർ സ്മിഷ കൊച്ചി, ഫിറോസ് ശീതൾ കോഴിക്കോട്, ഹമീദ് കാമ്യക കോഴിക്കോട്, ഷിഫാസ് വിദ്യയും ശ്രീലക്ഷ്മിയും പാലക്കാട്. ചെറിയ ഉദാഹരണങ്ങളാണ്, ഇത് മാത്രമല്ല ഒരുപാടുണ്ട്. ഇതുകൂടാതെ ഇന്നലെ 41 ഗ്രാം MDMAയുമായി മുഹമ്മദ് റസീലും സെറ്റിലാനയും പിടിക്കപ്പെട്ടിട്ടുണ്ട് വയനാട്. പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് കൃത്യമായി നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവന്മാരുടെ വലയിൽ പെടുന്ന പെൺകുട്ടികളിൽ 90% പേരും ഹിന്ദു കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടികളാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശ്രദ്ധിക്കാൻ തയ്യാറാവുക.